ഹായ് ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ആദ്യം മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ശകലം മുളക് പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. വേവിക്കാൻ വയ്ക്കുന്നതിന് മുന്നേ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഞെരടി കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി തേങ്ങയും പിന്നെ ശകലം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ തിളപ്പിക്കരുത്, ചൂടാക്കാനേ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂടായതിന് ശേഷം പഞ്ചസാര ഉണ്ടല്ലോ, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള 1.5 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. ആ പഞ്ചസാരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്ത് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് താളിപ്പ് ചേർക്കാം. താളിപ്പ് ചേർക്കാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ എടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും സവാള, ചെറിയുള്ളിയാണ് വേണ്ടത്, പക്ഷേ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സവാള എടുക്കാം. അപ്പം സവാള ഇട്ടിട്ട് സവാളയൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ച് അതൊന്ന് ആ സൈഡിലോട്ട് തന്നെ വെച്ചേക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് താളിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സീസണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.